വെൽക്കം ടു തമിഴ്നാട്. ഇതൊക്കെ വരയ്ക്കാൻ നോക്കിയ ചെക്ക് പോസ്റ്റ് നോക്കണം മോനെ. പോ എടുത്തറ, ഞാൻ എടുത്ത സ്ക്രീൻഷോട്ട് തരാം. നോക്കി ആ വണ്ടി ഞാൻ വണ്ടി ആലി അതറാ ബമ്പർ അങ്ങനെ ആക്കണം, മനസ്സിലായ? എടാ മല നോക്കിയാണ് അങ്ങോട്ട് ഇതാ സാധനം. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കടന്നു. ഞാൻ ഇത്ര ദിവസം തമിഴ്നാടിൻ്റെ ശരിക്കും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞത് ഇപ്പം കേട്ടോ. അങ്ങനെ കർണാടകയുടെ വിട പറഞ്ഞ് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കിടക്കുകയാണ്. കുറച്ച് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി, കാരണം തമിഴ്നാട് എന്ന് പറഞ്ഞ് രണ്ടോടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഇതായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ശരിക്കും തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. തമിഴ് പേசுறா കന്നഡ മാതാടി ഇത് ഞങ്ങൾ തമിഴ് പറഞ്ഞു മരിക്കും കേടാ. ഇത് ഞങ്ങൾ തമിഴന്മാരെ കളിയാണ്. അങ്ങൂർ അങ്ങ് ചെന്നൈ. നീ തമിഴ്നാട്ടിൽ എത്ര കുറെ ഉണ്ട് വേണ്ട പക്ഷെ തമിഴ്നാട്ടിൽ ഞാൻ ഇങ്ങോട്ടൊന്നും വന്നില്ല. ഇങ്ങോട്ടുള്ള ആദ്യമായിട്ട് എൻ്റെ ഞാൻ പാർക്കെല്ലാം വെക്കിற സീസാണ് കേട്ടാ. ഇത് അത്രയും സൂമോ അവിടെ ഇതൊക്കെ കാണിച്ചു തരാൻ കാണിക്കാൻ അത് കാണില്ലടാ. അവിടെ വരും ശരിക്കും ഫോറസ്റ്റിൽ പാനുണ്ട് അതുണ്ട് കേട്ടോ. இந்த பக்கம் எலிஃபென்ட் இருக்கா? ഏതാ സീൻ മോനെ. വണ്ടി അതൊക്കെ അല്ലേ അവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, എന്തോ എഴുതിയിട്ടുണ്ടല്ലോടാ. ഫോട്ടോഗ്രാഫി പാടില്ല, പ്രൊഹിബിറ്റഡ് ഏരിയ. അയ്യോ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഞാൻ വിചാരിച്ചു വണ്ടിയിൽ വീഡിയോ എടുക്കാൻ പാടില്ല. സോറി ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊക്കി പിടിക്കുമ്പോൾ അയാൾ പറയണ്ട അല്ലേ. അവർ വീഡിയോ എടുത്തില്ല, ഒന്നും പറഞ്ഞില്ല, പറയാത്താണോ കുറ്റോ. അപ്പോൾ ഈ ഏരിയയിൽ വരുന്നത് ശ്രദ്ധിക്കുക. ഏരിയ വണ്ടി നിർത്തിയിട്ടോ അങ്ങനെ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാനോ പിടിക്കാനോ പാടില്ല. യാത്ര ചെയ്യുക മാത്രം. അതിൻ്റെ ഇടയിൽ ചില കലാപരിപാടികൾ ആവശ്യമില്ല എന്ന് ഫോറസ്റ്റുകാരനെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചുരത്തിലേക്ക് ഇങ്ങനെ പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 5 ദിവസത്തെ അല്ല 5 ദിവസം 6 ദിവസം 7 ദിവസമല്ലടാ 7 ദിവസത്തെ യാത്രയിൽ ഇപ്പോൾ ഇങ്ങനെ യാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാഴ്ചകൾ അറിയുമ്പോൾ അത് നിങ്ങളുടെ എങ്ങനെ വർണ്ണിക്കണം നമുക്കറിയില്ല. സംഭവം അത്രയും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു കാഴ്ചയിൽ വരും. ഫുൾ ഹൈവേയിലെ കൂടെ മാത്രമായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ കിട്ടുന്ന ഹോട്ടലും നല്ല നല്ല കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്നും പറയാനില്ല. ഓക്കെ കാണാൻ കിടന്ന് നമുക്ക് അങ്ങോട്ടെല്ലാം പോവും. കുറച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. ആ മല ഉണ്ടോ പോയിപ്പോ കാഴ്ചകളെല്ലാം ഇത് മാറലായിട്ടാ. ഇനിയും ഒരുപാട് നല്ല കാഴ്ചകൾ കിട്ടട്ടെ. പ്രശാന്തിൻ്റെ കൂടെ ഉള്ള യാത്ര, നമ്മളെ വണ്ടിയും ഈ വണ്ടിയിൽ കയറി. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രശാന്തിന് യൂട്യൂബ് ചാനലുണ്ട്. അവൻ അങ്ങനെ അപ്പോൾ വീഡിയോ ഇടില്ല, ഇടയ്ക്കിടയ്ക്ക് ചാനലുണ്ട്. സമയം കിട്ടുന്നില്ല. നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ച സമയത്ത് നമ്മൾ ചെയ്ത് പറഞ്ഞാൽ ലോഡ് എടുത്ത് നമ്മൾ ഹൈവേയിൽ കൂടെ മാത്രം പോകുന്ന ചിന്തയിലാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അവിടുന്ന് കിട്ടിയ ലോഡ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നതിനേക്കാളും ഇടവഴിയിൽ കൂടെയും നമ്മളെ നാട്ടുമ്പുറത്തിൻ്റെ കൂടെ യാത്രയായിരുന്നു. അതായത് നിങ്ങൾ ഇത്ര ദിവസം കണ്ടുകൊണ്ടിരുന്നത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സംഭവമില്ലേ, ഈ ചുരം കയറി പോകുന്ന കാട് കയറി പോകുന്നല്ലോ, അത് ഞാൻ മനസ്സിൽ വിചാരിക്കാത്ത കാര്യമാണ്. ലോഡ് എങ്ങനെ കിട്ടിയെന്നറിയില്ല. ഈ ലോഡ് ശരിക്കും നമുക്ക് ആക്കി നാടുന്ന അവരെന്നെടാ. ശരിക്കും ലോഡ് കിട്ടിയ ഭാഗ്യം എന്ന് പറയാം. നമുക്ക് മുന്നിൽ 3 വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഹൈടെക് കുറവായത് കൊണ്ട് നമുക്ക് കിട്ടിയല്ലേ.
നമുക്ക് ഇല്ലെങ്കിൽ നമുക്കിത് കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ നാട്ടിലൊക്കെ ലോഡ് കിട്ടും, ലോഡ് കിട്ടായിരിക്കുന്നില്ല. എങ്ങോട്ടാ എങ്ങനെയാന്ന് ലോഡ് കിട്ടും പറയാനില്ല. ചിലപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് ഇട്ടിട്ടില്ലേ, നാട്ടിലേക്ക് പോകേണ്ടി വന്നാൽ ഈ കാഴ്ച കാണാൻ പറ്റിയിട്ടില്ല. വഴികൾ അല്ല, ചുരമുണ്ട്. ചുരം കയറുന്ന കുറെ വഴികളുണ്ട്. ഓരോ സ്ഥലത്തിൽ കൂടി ഓരോ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ സ്ഥലങ്ങളുണ്ടെന്ന് മാത്രം. ഇന്നത്തെ യാത്ര അടിപൊളിയാണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു സമയം വരെ കിട്ടിയൊരു വിഷ്വൽ എന്ന് പറയുമ്പോൾ അടിപൊളി വിഷ്വലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഞാൻ മനസ്സിൽ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലോറിക്കാരനുഭവിക്കുന്നൊരു ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയിൽ. പക്ഷേ നമ്മൾ ഇത് ലോറി കയറി പിന്നെ എന്താ പറയല്, ഈ ലോറിയുടെ ആയിട്ട് നമ്മൾ ഇങ്ങനെ എന്താ ലോറി എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ കൊണ്ടുവന്ന ഒരാളെന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ വണ്ടിയായിട്ട് പോകുന്നത്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ ഇതിൻ്റെ മുതലാളിനായിക്കോട്ടെ നമ്മൾ ഇന്ന് രാവിലെ ഫോൺ വിളിച്ചിടാം. നല്ല അഭിപ്രായം. അതുകൊണ്ട് അവനൊരു പണിയാക്കി, അതുകൊണ്ട് നമ്മളെ കൂടുതൽ അവന് സ്ഥിരം പണിയായി. നമ്മുടെ വണ്ടി തന്നെ വേറെ പുതിയ വണ്ടി എടുത്തിട്ടുണ്ട്. മുതലാളി വേറൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ അവനെ പണിയാക്കി അവനോട് പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും ജ്യേഷ്ഠനും ഈ വണ്ടിയിൽ, അതെ, അപ്പോൾ അവൻ ആ വണ്ടിയിലേക്ക് ആക്കലായി. വണ്ടിയിൽ നമ്മളെ എന്നെ സംബന്ധിച്ചോളം ഇത് വലിയ കാര്യമായിട്ടാ. ഞാൻ വീട്ടിലിരുന്ന് ഞാൻ ഒരു കാലം മുമ്പേ എന്തിനാ 2-3 വർഷങ്ങൾ മുമ്പ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വേറെ ചെയ്യുമ്പോൾ ആ സങ്കടം ഉണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ച കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം ആദ്യം കൂട്ടിക്കൊണ്ട് ഇവൻ ദൂരയാത്രയിൽ ഈ വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് നേരത്തെ മറ്റേ ഫ്രീലാൻസിന്റെ പരിപാടി ഉണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോയി. ഇത് ഞാൻ ഇപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കുറേ ബഡ്ജറ്റിലേക്ക് കിട്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് പരിപാടി തുടങ്ങിയത്. ആദ്യം നല്ല വ്യൂസ് ഉണ്ടായി. ഇപ്പോൾ കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കഷ്ടപ്പെടും. കാരണം വെച്ചാലോ ഞാൻ ഈ സമ്പത്ത് ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഫോണാണെങ്കിലും ചെയ്ത കാര്യങ്ങളെല്ലാം പൈസ മുടക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തൊഴിലായിട്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്ന് എല്ലാവരും സഹായിച്ചല്ല എന്താ പറയല്, ദൈവം സഹായിച്ചാൽ നല്ലതാവും, ഇല്ലെങ്കിൽ മോശമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അതന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. പക്ഷെ ഒരു കാലത്ത് രക്ഷപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഒരു കാലത്ത് നമ്മൾ രക്ഷപ്പെടും, അത് ഉറപ്പാണ്. മുറുക്കെ പിടിച്ച് തള്ളമ്മ. പിന്നെ പറയുമ്പോൾ ലോറി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകുന്നതും ഒരു പ്രത്യേക തന്നെടാ. മനസ്സിലായി, അതായത് നമ്മള് പുറത്തുനിന്ന് കഴിക്കുന്നതിനെക്കാട്ടി ലാഭമില്ല പരിപാടിയാണ്. ഇപ്പൊ നമ്മള് 2 ആളാണെങ്കിലും ഒരാളാണെങ്കിലും നമുക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡാക്കി കഴിക്കുന്നതായിരിക്കും ബെറ്റർ. അവരേത് വെള്ളത്തിലാ എങ്ങനെ ആക്കുന്ന നമുക്കറിയില്ല. നമുക്ക് നല്ല വെള്ളം എടുത്ത് നമ്മൾ നല്ല വെള്ളം എടുത്ത് നമുക്ക് ഫുഡാക്കാൻ്റെ റിസൾട്ട് ആക്കാൻ അറിയുന്നവരാണെങ്കിൽ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ എല്ലാ വണ്ടിക്കാരോടും ചോദിക്കും. അപ്പോൾ എല്ലാവരും കുറ്റം പറഞ്ഞല്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ആൾക്കാർ നമ്മളിപ്പോൾ നമ്മൾ കൂട്ടിക്കൊണ്ട് വന്ന ആൾക്കാർ എങ്ങനത്തെ ആൾക്കാർ നമുക്കറിയില്ല. പക്ഷേ അറിയില്ല. ഇപ്പം എന്നിപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരാളെന്നെ ഇപ്പം എന്നെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവൻ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു മാറ്റം എൻ്റെ ചാനലിലേക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കാനോ കൂളായിട്ട് പോകാനോ നമുക്ക് പറ്റില്ല. പറയുന്നത് ഇല്ല, പറ്റുമോ? പറ്റില്ല. പിന്നെ ഒരു 2-3 ദിവസം കമ്പനി ആയി കഴിഞ്ഞാൽ ആവും, അങ്ങനെയല്ലോ. പക്ഷെ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞതിന് ഓൻ എന്നെ വിളിച്ചു, അങ്ങനെ വന്നു. അപ്പോൾ കാണുന്ന കാഴ്ചകൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം, അത്രയിൽ പറയാം. വീട്ടാവലടാ, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ രാത്രി കയറ്റി വിട്ടില്ല കേട്ടോ. അവിടെ സമയത്തിട്ടുണ്ട്. മരമല്ല മറ്റത്ത് നമ്മളെ മുള ചോടോടെ അങ്ങ് പോയി. ഞാൻ പണ്ട് വിചാരിച്ചെന്നറിയോ, ആന മറിച്ചിടുന്നു. ചുറ്റുപാടില്ല മുള മൊത്തം. രാത്രി ഈ ഏരിയയിൽ കൂടെ യാത്ര ഇല്ലെന്ന് കേട്ടോ. അവിടെ രാവിലെ 6 മണി തൊട്ട് 9 മണി 9 വരെ അവിടെ എതിരുണ്ട്. ആ സമയങ്ങളിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കടത്തിവിടുന്ന് തോന്നുന്നു. വേറെ കാര്യം നോക്കുമ്പോൾ ഗോസ്ലോടെ ഇപ്പോൾ സംഭവം ആനിമൽ ക്രോസ് ഉണ്ട് ഇതിൻ്റെ ഇടയിലൂടെ.
മൃഗങ്ങൾ ഉണ്ടാവുന്ന സൂചന തരുന്നുകൊണ്ടിരിക്കുന്ന ഓരോ ബോർഡുകൾ നമുക്ക് കാണാം വഴിയിൽ. നമുക്കൊന്നും മനസ്സിലാവില്ല. കന്നഡ എഴുതിയാലും പക്ഷെ എന്നാലും ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടാ മനസ്സിലാക്കാം. അല്ല കന്നഡ എഴുതിയാലും തമിഴിൽ നമ്മൾ പോകുന്ന വായിക്കാൻ അറിയാത്തോണ്ട് പിന്നെ നോക്കണ്ടല്ലോ. എനിക്ക് തൊട്ടാൽ പുഴയുണ്ടാ തോടുണ്ടാ നാട്ടിൽ പോകണം. ഇത് വഴിയുണ്ടാ അങ്ങോട്ടേക്ക് തോട്ടിലൊക്കെ. ഇല്ല ഇതന്നെ ഡോണ്ട് നോ സ്മോക്കിംഗ് ഹെൽപ്പ് ടു പ്രൈവറ്റ് ഫോറസ്റ്റ് ഫയർ. അതായത് സ്മോക്ക് ചെയ്യാൻ പാടില്ല. അതായത് കാട്ടുതീ പിടിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ വന്നിട്ട് വീട് വലിക്കാൻ പാടില്ല എന്നാണ് ഫോറസ്റ്റുകാർ ബോർഡ് വെച്ചിരിക്കുന്നത്. ഓരോ വളവിൽ ഓരോരോ എന്താ പറയല് ബോർഡുകളുണ്ടാവും കേട്ടോ. മോനെ അത് സ്ഥലം നോക്കിടാ. ഇവിടെ നിർത്തിയിടാൻ പറ്റില്ലട്ടാ. ചിലപ്പോൾ മാനല അങ്ങോട്ട് കാണിക്കാനും പറ്റില്ല. ഇവിടെ നല്ല ഒരുപാട് മൃഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടാ. അപ്പുറത്തെല്ലാം കാണാൻ ആ സ്ഥലം കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ അപ്പുറത്തേക്ക് വീട് എടുക്കാൻ പറ്റില്ല. എൻ്റെ നമ്മൾ പോകുന്ന വലത് സൈഡില്ലേ ഒന്നും പറയാൻ പറ്റില്ല. പശുവെന്നൊക്കെ രാത്രി വന്നാൽ എന്തായാലും മൃഗം ഉണ്ടാവും ഉറപ്പാണ് കേട്ടാ. ഇത് ഉറപ്പിച്ചാ. ഇത്ര ഈ അമ്പലം എന്താ ഉണ്ടോ പൂജാരുണ്ട്. അമ്പലം ഇട്ടടാ അതിനകത്ത് പൂജ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയല് ഡീസലാട്ടാ. ഇതിനുള്ള പൂജ എന്തോ കാര്യങ്ങളുണ്ട് കേട്ടോ അമ്പലത്തിൽ ഈ കാടിനുള്ളിൽ. സംഭവം ഓരോ സ്ഥലത്ത് ഈ ഫോറസ്റ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റുകാരുണ്ട് കേട്ടോ ചെക്കിങ്ങിന് നിൽക്കുന്നത്. അസന്നൂർ അപ്പോൾ ഇതൊന്നും സംഭവടാ. അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങുന്നൊന്നുമില്ലേ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വേണ്ട ഈ ഫോറസ്റ്റ് കഴിഞ്ഞ പാടെ കിട്ടുന്നൊരു ഗ്രാമമാണെന്ന് പറയാം. ഒരു സംഭവം ഇവിടെ ഫുള്ള് കടകൾ കാര്യങ്ങളുണ്ട്. ഇതിന് നമ്മളെ ഈ സംഭവം ഗവൺമെൻറ് ആണോ അല്ല ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ സ്കൂളുണ്ടോ? സ്കൂളല്ലട ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. ഈ ഫോറസ്റ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കട ഇത് മാത്രമേ ഇങ്ങനത്തെ ഒരു കട മാത്രമേ ഗ്രാമപ്രദേശം. ഗ്രാമപ്രദേശം കേട്ടോ. ഗ്രാമങ്ങളുണ്ട് അങ്ങോട്ട് വീടുകളുണ്ട്. അങ്ങോട്ട് വീടെല്ലാം ഉണ്ട്. ഫോറസ്റ്റ് കഴിഞ്ഞാൽ കാണുന്ന സ്ഥലം കേട്ടോ അത്. ചെറുക്ക് വണ്ടിയിൽ നിർത്തിയിട്ടുണ്ട് പക്ഷേ കോട്ടാപ്പൻ. എന്നാ പോവാം നോക്കുവോ. ചകിരി വണ്ടിയാണ് മൊത്തം. ചകിരി വണ്ടി വീണ്ടും ചെക്ക് പോസ്റ്റ് ഉണ്ടാ. ആടെ ചിലപ്പോ ഈ ഊരിലെ ആൾക്കാർ ആടെ പൂജ ചെയ്യുന്നുണ്ടാവും മിക്കവാറും അല്ലേ. അങ്ങനെ ആയിരിക്കും. ആ ഫോറസ്റ്റിന്റെ വണ്ടിയൊക്കെ കാണുന്നു. ഇതെല്ലാം ഫോറസ്റ്റിന്റെ കയ്യിലുണ്ട് കേട്ടോ. ഈ ഗ്രാമം ഉണ്ടെങ്കിലും പോലീസല്ലടാ ഫോറസ്റ്റ്. ഫയർഫോഴ്സ് ഇവിടെ ഫയർഫോഴ്സ് ഉണ്ട്. ഫയർഫോഴ്സ് ഉണ്ട് കേട്ടോ. കന്നഡക്കാരെ പിന്നെ പോലീസുകാർക്ക് വലിയില്ല. റോഡില്ല എല്ലാം ഫോറസ്റ്റ്. നമ്മളെ നിലവിൽ ഇപ്പൊ എത്ര പൈസ കൊടുത്തിട്ടുണ്ടാവും? നമ്മളിപ്പോ 100 ആദ്യം 50. ആദ്യം ഞാൻ 200 കൊടുത്തു. ഞാൻ ഇറങ്ങിയിട്ട് അപ്പൊ 200 കൊടുത്താ. അല്ല 100 കൊടുത്തു. പിന്നെ 50. അതിന് പിന്നെ 50 വീണ്ടും 50. ഇവിടെ ഇപ്പോൾ 50. ശരിക്കും മറ്റേ ഇത് ഈ സ്ഥലം കാണുമ്പോ മാനെല്ലാം വരുന്ന ഒരു ഇത് കണക്കില്ലടാ. നോക്കി നല്ല നോക്കി ഉണ്ടാവുമായിരിക്കും ഫോറസ്റ്റല്ലേ.
പോസ്റ്റിനെ കളിയാട്ടാ, വെറുതെ നമ്മളെ കയറ്റി വിടില്ല. അപ്പം ഇപ്പം ചെക്കിങ്ങനെ ഒരുപാട് നമ്മളെപ്പോലെ ആൾക്കാരുണ്ട്. ലോറിക്കാരെ കൂടുതലില്ലേ കയറ്റി വന്നിട്ടാ. അഹങ്കാരം എന്ന് പറയുന്നത് കണ്ടുകൊണ്ട് സ്പീഡാക്കണം. ലോറി ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ കൂടിയപ്പോൾ പറയുന്ന കാര്യം എന്താ പറയുന്നില്ലേ, ഒരു ദിവസം ഫുള്ള് ഉറക്കം കഴിഞ്ഞിരിക്കണം. അത് ചിലപ്പോൾ കിലോമീറ്റർ കുറവാണെങ്കിൽ ശമ്പളം കുറവും, വാടകക്കനുസരിച്ച് ശമ്പളം. ചിലപ്പോൾ അത് കിലോമീറ്റർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഉറക്കം കഴിഞ്ഞ് വെറുതെ പോകുന്നൊരു ഫീലാണ്. നമ്മളിപ്പോൾ അവരെ കൂടെ ഇരിക്കുമ്പോൾ വേണ്ട മനസ്സിലായി, അതിൽ ചിലവ് വേണം, അതിന് പൈസ, പോകുന്ന പൈസയാണ്. ചോദിക്കുമ്പോൾ ഒരു ലോറി ഡ്രൈവറിൻ്റെ കഷ്ടപ്പാടാണ് പറയുന്നത്. ലോറി ഓടിക്കുന്നവർക്ക് വലിയ ശമ്പളം ഉണ്ടാവില്ല പറയാം. പക്ഷേ എന്നാലും ദൂരെ നമുക്ക് ലോങ് എടുത്ത ശമ്പളം ഉണ്ടല്ലോടാ, ശമ്പളമുണ്ട്. പക്ഷെ എന്നാലും അതിന് കഷ്ടപ്പാടില്ലേ, ഈ ലോങ്ങിന് ശമ്പളം കഷ്ടപ്പാടില്ലേ, ഉറക്കം കഴിയണം, കഷ്ടപ്പെട്ട് പോകണം. ഈ വാടക ദൂരം കുറയുമ്പോൾ വാടക കുറയും. അത് ചിലപ്പോൾ ആടെ പോയി നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം 2 ദിവസം നിന്ന പോലെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ചിലവ് കാര്യങ്ങൾ പോകുമ്പോൾ ഈ കിട്ടുന്ന പൈസ കൂലിന്നായിരിക്കും ഈ ചിലവിൻ്റെ പൈസ പോകണം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെ വീണ്ടും ഒരു കാണിക്കുന്നുണ്ട്. എന്താ ഇങ്ങോട്ടാ ഇത് കൊല്ലം, ഇത് കൊല്ലം, ഇത് കൊലങ്കൽ, പിന്നെ ഗ്രാമലം, സത്യമംഗലം 32 കിലോമീറ്റർ. നമ്മൾ സത്യമംഗലത്തിനാണ് പോകുന്നത്. സത്യമംഗലം ചുരം, അത് വീരപ്പൻ്റെ നാട്, വീരപ്പൻ ഒളിച്ച ഫോറസ്റ്റ്. അതിൻ്റെ കഥ ഉണ്ട്. ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഇതല്ല, അത് ഗുണ്ടൽപേട്ട് ഗുഡല്ലൂർ വഴി മലപ്പുറം മഞ്ചേരി അങ്ങോട്ട് പോയത്. നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ? വേറെ കാര്യമുണ്ട്, ഇവനെ വിചാരിക്കണക്കല്ല, ഇവരെല്ലായിടത്തും പിടിപാടില്ല ആളാണ്ട. അങ്ങനത്തെ ഒരു അതെ, കാസർഗോഡ് ജില്ലയിലാണ്, കാസർഗോഡ് ജില്ലയിൽ, കണ്ണൂർ, കോഴിക്കോട്, ഏത് പിടിപാടെന്ന് മംഗലാപുരം ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഏത് പിടിപാടെന്ന് കണ്ടു പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും പറയുന്നില്ല. താഴെ സീസൺ ആടറാ, താഴെ നല്ല തോട്, എത്ര ചരക്ക് വണ്ടിയിടാ നമ്മൾ ഇതിൽ കൂടെ ഇരുന്ന്. ഒരു വലിയ വണ്ടിയുടെ ബൈക്കിൽ ഒരു 100 ചെറിയ വണ്ടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെയോ അടുത്ത ചെക്ക് പോസ്റ്റ് ഉണ്ടാ കേട്ടാ. അല്ല ചെക്ക് അല്ല ഉണ്ട്, തമ്പത്തനൊക്കെ ഉണ്ട്. വെട്ടം പോയി ഇട്ടായി. കർണാടകത്തിൽ മാത്രം ഞങ്ങൾക്ക് പൈസ കൊടുക്കണ്ടില്ല. കർണാടക ഇങ്ങനെ ഫോറസ്റ്റ് കയറിയില്ലടാ. കർണാടക പൈസ കൊടുത്തില്ല, 50 കൊടുത്തില്ല. കർണാടക പൈസ കൊടുത്തില്ല, ആയോ 100 കൊടുത്തു. 2 കൊല്ലത്ത് 50 100ആയി. അപ്പുറം കൂടെ ഇവിടെ ഇല്ല. അന്ന് നമ്മ ആദ്യം പോയപ്പോ നമ്മ ലോഡ് കൊണ്ട് പോയി തീർത്ഥഹള്ളി വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു പിക്കപ്പ് ബൈക്കായിരുന്നു ഓവർലോഡ് എടുത്തിട്ട് കർണാടക വണ്ടിയാ. ഞാൻ എന്തായാലും ഇവിടെ ബൈക്കായിട്ടുണ്ട്. കർണാടക വണ്ടിയാണ്, മെക്കാനിക്കൽ മോനെ. വിഷയ സ്ഥലം കേട്ടാ, ഏതാ സ്ഥലം മോനെ. എന്താ നെട്ട് പൊട്ടുന്ന സൗണ്ട്? ചുരം കയറുന്നടാ അമ്മ. ഇവിടെ ഇറങ്ങാനായിട്ട് ഉണ്ടാവില്ല.
നോക്കടാ വണ്ടി. ഊഫ് എൻ്റെ മോൻ വിഷയം ആ കാറ്. നേരത്തെ ഒരു ഇന്നോവ പോയത് മിക്കവാറും അങ്ങനെ പോയായിരിക്കും അത്. ലോറിക്കാരൊന്ന് നോക്കിക്കൊണ്ട് രക്ഷപ്പെട്ടാ. പിന്നെ വെടിക്കാൻ വിട്ടി ഞാൻ ചുറ്റും കാണിച്ചിടാ. ഒരു പ്രത്യേകത പറഞ്ഞാൽ വളവ് നോക്കാണ്ട് വണ്ടി കയറിപ്പോന്ന് അത് വല്ലാത്തൊരു വിഷയമാട്ടാ. കാറുകാരാണ് കൂടുതലും. ലോഡും വണ്ടി പോകുമ്പോൾ വളവ് നോക്കുന്നില്ല, അതിന് മുമ്പേ കയറി അങ്ങ് പോകും. ഹോണിന്ന് കൈ എടുക്കുന്നില്ല അത്. ചായലം കുടിച്ച് കാണുക ബാക്കി ഓരടിക്കുന്ന ഒരു ചായലം കുടിച്ച് കാണുക ഇന്ന് കാണണ്ടേ. നമ്മളെ കൊടുത്തുട്ടാ ഇവനമ്മ കൊടുത്തു. ബോംബെയിലെ ആൾക്കാർ ബോംബെ ഗുജറാത്ത് പറയണം. ഈ സാധനം വെട്ടം വരുന്ന നോക്കിയേ. ഓഹോ സൂര്യന്റെ കിരണങ്ങൾ മോനെ ഭൂമിയോട് വിട പറയുകയാണ്. ജീവിതത്തിൽ ഒന്ന് ആസ്വദിക്കാനുണ്ടെങ്കിൽ അത് യാത്രകൾ ചെയ്ത് ആസ്വദിക്കട്ടോ. സങ്കടമുള്ളവര് വണ്ടി എടുത്ത് വിട്ടോ. അതന്നെ ഒരു NP വാങ്ങാൻ വിടാ. ഒന്നും നോക്കണ്ട. എത്ര ഹമ്പിളാമെന്ന് വരുമ്പോ മുകളിൽ കണ്ട മോനതാ നേരിട്ട് കാണുമ്പോൾ കേട്ടോ അതിന്റെ ഫീൽ കിട്ടും. ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വലിയ വരുമല്ല. തുടരെ ഈ നമ്മളൊക്കെ ഈ എന്താ നമ്മളെ കാടിൻ്റെ അടുക്ക് ഇങ്ങനെ തോടല്ലടാ അരുവി പോകുന്നതാണ് കേട്ടോ. രണ്ടും മലനടക്ക് ഒരു അരുവി ഉണ്ടാവും. ഇപ്പൊ രണ്ട് ഇതെങ്ങനെ ഇടക്കിടക്ക് ഇത്ര തിരക്കാന്ന് വണ്ടി. വലിയ വണ്ടി മുമ്പിൽ തിരക്കാവട്ടെ, ചെറിയ വണ്ടികൾ ബേക്കിലെടുത്ത് കയറിയതുണ്ട് വലിയ ഒച്ചപ്പെടാക്കി. ഒരു കാര്യമില്ല, റോഡും വണ്ടി ഉണ്ടെങ്കിൽ നല്ല പോലെ പറ്റും. നമ്മളെ വണ്ടി കഴിക്കുന്ന എത്ര വണ്ടി ഉണ്ടാവും. എൻ്റെ ഡൗട്ട് ഉണ്ടെന്ന് ഇറങ്ങി നടക്കും. ഞങ്ങൾ അവിടെ നിന്നല്ല ഇതിനുള്ളിൽ നോക്കണ്ട കാട് സ്ഥലട്ടാ. മണമുഖത്ത് കയറിപ്പോവും. ഫ്രണ്ടിൽ നിന്ന് വണ്ടി ഒരു കാണൂല. റൈഡർ കാലം പിടിച്ച് നിൽക്കണം. കാരണം അവരെത്ര ലോഡും വലിച്ചല്ലേ പോണ വണ്ടി. അതാ ഇപ്പൊ പോയിട്ടിതാ ആടാ ഉണ്ടായി കോമഡി. അങ്ങനെ ഇവർക്ക് തിന്നാനുള്ള സാധനം കൊണ്ടാണ് പോണേ. നേർക്ക് മംഗലായിട്ട് നമ്മുടെ വേറൊരു സുഹൃത്തിന്റെ വണ്ടി തട്ടിന്ന് വെച്ചാൽ അയാള് കൊണ്ടുവന്നൊരു കുത്തിയതാണ്. അയാള് ഇടയിൽ വന്ന് പിന്നെ അപ്പൊ പുള്ളിക്കാരനോട് ചവിട്ടി നിർത്തി. ഇയാള് കൊണ്ടുപോയിട്ട് മിറർ തട്ടിച്ചു. അപ്പൊ ഇയാളുടെ മിറർ മൊത്തം പൊട്ടിയിട്ടുണ്ടായി. കാറിന്റെ മിറർ പൊട്ടിയിട്ടുണ്ടായി ആയിട്ട് തന്നെ. ഡ്രൈവർ ഹെൽപ്പ് ചെയ്യുന്നു. ലോഡ് വണ്ടി കാണുമ്പോ ഒരു ലോഡ് വണ്ടിക്കാരന്റെ ലക്ഷണം മറ്റൊരു ലോഡ് വണ്ടിക്കാരനെ അറിയും. അങ്ങനെ ചൂട് ഇറങ്ങാൻ പോവുകയാണെങ്കിൽ ഇയാൾക്ക് പൈസ കിട്ടിയാലേ പറ്റൂ. ഇയാള് പറഞ്ഞു വണ്ടി തട്ടിയിട്ടാണ് മിറർ പോയത്. അപ്പൊ മിറർ ഇയാൾക്ക് അടുത്ത സൈഡിൽ മിററേ ഇല്ല. മിറർ എന്ന സാധനമില്ല. അയാൾക്ക് വലത് സൈഡിലത്തെ മിറർ അയാള് അടുപ്പിച്ചത് വണ്ടിക്ക്. അപ്പൊ വെഹിക്കിൽ അതും ഞങ്ങളുടെ വണ്ടിയുടെ വെഹിക്കിൽ തട്ടിയത്. അപ്പൊ എനിക്ക് കന്നഡ അറിയുന്നുണ്ട്. ഞാൻ സംസാരിച്ച് പറയും
അതൊക്കെ പൈസ കിട്ടിയാലേ പോകും. അപ്പൊ ഇടനിരക്കാരനായിട്ട് വേറൊരാള് വന്നു. ആള് പറഞ്ഞു കുഴപ്പമില്ല, ഇവര് എന്റെ വണ്ടിയാണെങ്കിൽ ഞാൻ വിടട്ടെ, ഇത് അവരുടെ ഇതല്ലേ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു 1000 രൂപയില് ഒതുക്കി. ഇവിടെ കാണാം കേട്ടാ സത്യമംഗലം ടൈഗർ റിസർവ്. തീർന്നോ? വേണ്ട പോവാ, അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ കാണാം കേട്ടാ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ വലതുവശത്തേക്ക് ചുരം ഇറങ്ങാൻ പോകുന്നത് ഗൈസ്. ഈ കളികളില്ല, വലിയ വലിയ കളികൾ. അപ്പോൾ അങ്ങോട്ട് പോയ മൃഗങ്ങളെ കാണാം കേട്ടാ അല്ലേ? അങ്ങോട്ട് പോയ മൃഗങ്ങളെ കാണാം. ഇത് പുലികളിൽ കടുവയില്ല സ്ഥലം കേട്ടാ. ഞാനൊരു ആന കടിച്ചിട്ടുണ്ടായിരുന്നു. കടുവ 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 വണ്ടി വെച്ചിട്ട് തണുപ്പിച്ചിട്ട് പോയാ മോനെ. നായക്കില്ല സീൻ നിങ്ങൾ കാണണം, അത് നിങ്ങൾ കണ്ടാലേ പറ്റൂ. ഈ മരമായോണ്ട് ചാവടിക്കാൻ പോലെ എല്ലാവരും കാണണം. കാണുന്നുണ്ടോ അറിയാം. എൻ്റെ മോനെ വലിയ കുഴി. ആഹാ, ക്യാമറയിലൊരു നമ്മളെ കണ്ണിൽ കാണുന്നതൊക്കെ കാണില്ലടാ. അയ്യോ അയ്യോ അയ്യോ. അങ്ങനെ നമ്മൾ എൻജിൻ ബ്രേക്ക് ഇട്ട് പതുക്കെ 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 പോവുകയാണ്. എന്നോട് അത്ര സ്പീഡിൽ പോകുന്നവർ വെയിലുണ്ടാവില്ല അല്ലേ? ചൂര അയിലെ കൂടി ഉണ്ടോ? അങ്ങ് അതിലെ പോണം. ഇത് ഇവിടുന്ന് കാണാം. എനിക്ക് വയനാട് ചുരം അത് ഇവിടുന്ന് കാണില്ല, അങ്ങനെയല്ല ഫോണിൽ കാണില്ല, എൻ്റെ കണ്ണിൽ കാണാം. അങ്ങതാ അങ്ങോട്ട് കിടാ, അങ്ങോട്ട് അങ്ങോട്ടൊക്കെ എൻ്റെ കൈ നോക്കുക. അങ്ങോട്ടെ കട എൻ്റെ മോനെ. തന്നെ ഒരു വീട്ടിടുന്നതായിരിക്കും, എല്ലാവരും കാണണം. ഇത് വേറൊരു വൈബ് ഇട്ടാ. നമ്മൾ മിഞ്ഞാ കയറിയത് അകുമ്പെ ചുരം കയറിയത്. നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് ഇത് സത്യമംഗലം. താഴോട്ട് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഞാൻ കാണിക്കാൻ പറ്റുന്ന ഇപ്പോൾ താഴെ വലിയൊരു പുഴയും കണ്ടിട്ടാ. ഇത് ഭയങ്കര സംഭവമാണ്. നിങ്ങളിത് കാണണം. ഫുള്ള് ഫോഗ് കയറിയിട്ട് ഒന്നും വ്യക്തമല്ല. എൻ്റെ വല്ലാത്തൊരു വിഷമായി പോയില്ല ദൈവം. ഇത് നേരിട്ട് തന്നെ വരാട്ടാ. നല്ല വലിയ എന്താ പറയല് 1.5 ഹൈറ്റിൽ നിന്ന് വണ്ടി താഴത്തേക്ക് ഇറങ്ങി പോകുന്നു. ഇത് എത്ര ഫീറ്റ് എന്നറിയില്ല, ഇത് എത്ര ഫീറ്റ് എത്ര അടി മുകളിലാണ് നമുക്ക് അറിയില്ലത്. കുറച്ച് കാര്യമായ രീതിക്ക് അറിയില്ല. ഇവിടുന്ന് പുഴ കാണുന്നുണ്ട്, പക്ഷേ വണ്ടി സ്പീഡായതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. താഴേക്കില്ല നമുക്ക് വിഷ്വല് കാണിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഫുള്ള് ഫോഗ് കയറ്റി നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. റോഡാന്താ പുഴയിലടാ. ഇവിടെ ലോറി കയറി നോക്കടാ ഈ ചുരത്തിൻ്റെ ഇടയിൽ കൂടെ. എന്തേ ഇയാളെ കളിക്കുന്നത് ലോറിക്കാരൻ? ഇതാ ഫുള്ള് ലോഡ് വണ്ടി ഇട്ടാ. ഈ ചുരം വഴി കയറി വരുന്ന ഫുള്ള് ലോഡ് വണ്ടി തന്നെ. അത് കേട കർണാടക വണ്ടിയാ. അറിയുന്നില്ലെങ്കിൽ കേരള വണ്ടി നമുക്കറിയില്ലേ? വീടിന് താഴോട്ട് നോക്കുമ്പോണ്ട മോനെ വിഷല ഇവിടെ ഇരിക്കുമ്പോ പേടിയാണ്. നിങ്ങക്ക് ഞാൻ താഴോട്ട് കാണിച്ചില്ല. എന്താ പറയാ, നിങ്ങളും പേടിക്കണ്ട, ഞാൻ മാത്രം പേടിച്ച പോലെ. നിക്ക് ലോഡ് വണ്ടി കയറി പോട്ടെ. റോഡ് വണ്ടി കഴിഞ്ഞു. ഏതാ വണ്ടിയാടെ കണിഞ്ഞിട്ടുണ്ടോ? വലിയ വണ്ടി ഒടിഞ്ഞേറി വരണ്ടേ. നമ്മ അങ്ങോട്ട് പോകണ്ടാ. വലിയ വണ്ടി വന്നെങ്കിൽ കയറിപ്പോട്ട്. ഇങ്ങോട്ട് അടുപ്പിക്കണ്ട. ഇത് ഫുള്ള് എന്തോ മണ്ണെല്ലാം വിട്ട് ഒതുക്കിയ സാധനം. കാശല് അല്ലടാ, അത് മറ്റേ മീൻ കൊണ്ടുപോകണ്ടിരിക്കും. അശോക് ലൈലാൻഡ്, ടാറ്റ അശോക് ലൈലാൻഡ്. ഞാൻ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എങ്ങോട്ട് പോകാം നോക്കണേ. താഴോട്ട് ഇതാ താഴെ തിരും. അതിൽ വണ്ടി പോകണം. കേട്ടോ നല്ല ഹൈറ്റിലായിട്ട് നല്ലത്. നമ്മൾ ഇത്ര ഹൈറ്റിലാണ് നല്ലത്. വേണ്ട
നിങ്ങൾക്കത് പറഞ്ഞാൽ പറ്റില്ല, നേരിട്ട് തന്നെ അനുഭവിക്കണം. എല്ലാവരും വരും സത്യമംഗലം ചുരം കാണാൻ. നിങ്ങൾ തമിഴ്നാട്ടിലെ നമ്മുടെ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്യമംഗലം ചുരം വഴി ഒന്ന് യാത്ര ചെയ്ത് നോക്കണം കേട്ടോ. വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോൾ നമ്മൾ ലോറിയിലായതുകൊണ്ട് ഒരു വളവ് വീഴ്ച വേണ്ടി താഴ്ന്ന വണ്ടി നിർത്തിക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടി താഴെ ഫുൾ ബ്ലോക്കിനാടാ. ചേരിയുടെ പൊക്കം നോക്കിയിട്ട് എത്ര ഉണ്ടല്ലോ. മക്കളെ, ഇതൊന്നും നിങ്ങൾ വീട്ടിലിരുന്നാൽ കിട്ടൂല കേട്ടാ. നിങ്ങളിതൊക്കെ ഒന്ന് യാത്ര ചെയ്ത് ഒന്ന് മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. ഓക്കെ, എന്നറിയാം ആ താഴ്താനൊക്കെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറിയരെ ആഹാ, ഹെയർ പിൻ എൻഡ് ഇതാണല്ലേ. ആടുന്ന് കയറി വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എൻഡ് ഹെയർ പിൻ ഇട്ടത്. സേവ് ഓവർ എർത്ത് പ്ലാസ്റ്റിക് നിക്ഷേപിക്കാൻ പാടില്ല. കയറി വരടാ, ഞങ്ങളൊന്ന് ഇറങ്ങിപ്പോട്ടെ, ഗെയ്സ്. പോ താഴെ സീസണാടാ. താഴെ സീസണാട്ടാ. എൻ്റെ വ്യൂ പോയിന്റ് ആ ലോഡ് വണ്ടി കയറാൻ സ്പീഡൊക്കെ ആ ഹോൺ വെക്കുമ്പോൾ എല്ലാം മാറിപ്പോയിക്കോളും. അത്ര വലിയ ഓട്. അടുത്ത വലിയ വളമാണ്. ശരിക്കും നമ്മൾ ചുരം ഇറങ്ങുന്ന അത്രേ, എയർപിൻ ഒന്നായി അത്രേ ഇറങ്ങുമ്പോൾ. എന്തെല്ലാം മണയല്ലേ. മൊത്തം 27 ഹെയർ പിൻ ഉണ്ട് കേട്ടോ ഈ ഒരു എന്തിനാ പറയുക ചുരത്തിന്. 27 ഹെയർ പിൻ ഉണ്ട്. ഇതിനിപ്പോൾ താഴോട്ട് ഇറങ്ങി പോകുന്നത്രേ. ഒന്ന് കഴിഞ്ഞില്ലേ, രണ്ടാമത്തെ. ഇത് ആരെങ്കിലും കണ്ടുപിടിച്ച വയനാട് ചുരം വീരപ്പനാണെങ്കിൽ വയനാട് ചുരം വീരപ്പനാണ്. എന്ത് കണ്ട് ഒടിഞ്ഞോട്ടെ ഒരു വണ്ടി ഫോറിൻ ടിക്കറ്റ് എടുക്കാന്നുള്ളടാ കോട്ടാപ്പൻ. താഴേക്ക് നോക്കാൻ പറ്റില്ല, എനക്കനെ പേടിയാണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കില്ല. വണ്ടി അടിച്ചു. ആ വണ്ടി കുയിൽ പോയിടാ. ആ വീല് കുയിൽ പോയി വേണ്ട. ആ വണ്ടി കൂലി പോയിട്ടാ. ഓടിച്ച് വളച്ച് കൂടി പോയി തോന്നുന്നു. ഒരു മറ്റേ ദോസ്ത് പാഞ്ഞു ചെയ്തിട്ടുണ്ട് നോക്കണേ. മറ്റേ തീയുണ്ട കണക്കായിരിക്കും. ഇല്ലടാ, അല്ലോടെ കൂടി പോട്ടപ്പെടാൻ ഒരു സ്ഥലമില്ല. വീതി കുറവ്. വീതിയില്ല. പുള്ളിപ്പുലി ഉണ്ടാ. അത് പുള്ളിപ്പുലില്ല നാടാണ്, അല്ല കാടാണ്. അതുകൊണ്ട് അത് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളെ റോഡ് ക്രോസ് ചെയ്യാം. ഇതൊരു സൈൻ ബോർഡ് ഉണ്ട് ഇടാ. നമുക്ക് അങ്ങ് നടത്തണം കേട്ടാ. കണ്ടാ ചുരം കണ്ടാ നടത്തണം. കൊടുത്ത് ഉണ്ടാ ഞാൻ അടിച്ച അത് താഴെ ചുരത്തിൽ നല്ല തിരക്ക്, നല്ല ട്രാഫിക്കുണ്ടാ. വണ്ടി കയറി നോക്കിയേ. അതിനൊരു സൈഡ് എൻ്റെ മോനെ എന്ത് സ്പീഡറാ പോകുന്നവർ.
ഞങ്ങൾ ഈ വീടും താഴെ വെക്കുന്നു. അപ്പോൾ താഴെ വെക്ക്, താഴെ ഫുള്ള് ട്രാഫിക്. അതിൻ്റെ താഴെ നോക്കുന്നത്. അതിന് താഴെ ഏതോ വലിയ വണ്ടി സ്റ്റക്ക് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് താഴോട്ട് പോകാൻ പറ്റുന്നില്ല. താഴെ നിന്ന് വണ്ടി മുകളിലേക്കും പോകാൻ പറ്റില്ല. ഇപ്പോൾ ചെറുതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഏകദേശം 10 മിനിറ്റോളം അല്ലടാ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ? പോകാൻ പറ്റില്ല വലിയ വണ്ടി. അപ്പോൾ ഫുള്ള് ട്രാഫിക് കേട്ടോ. നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. മുകളിലേക്ക് എല്ലാ വണ്ടി കയറി വരുന്നുണ്ട്. ആ വലിയ വണ്ടി വളഞ്ഞ സ്ഥലമില്ല കേട്ടോ. തന്നെ പുറ അതെയാ വണ്ടി പോലെ വളവിൽ കൊണ്ടുവച്ച വണ്ടി തിരിച്ച് റിവേഴ്സ് കൊണ്ടല്ലോ. നല്ല തിരക്കിട്ടോ. വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും തിരക്ക്. ചിലപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് എത്ര തിരക്കായിരിക്കും അല്ലേ? നമുക്ക് പോനെ സ്പീഡിൽ വളച്ചിട്ട് കാര്യമില്ല. താഴെ നിൽക്കേണ്ടി വരും. ഫോൺ വിട്. നമ്മളെ വണ്ടി വളയാൻ പോകുന്ന കേസ്. സോറിടാ. പിന്നെ ഇത്ര നേരമായിട്ട് നമ്മൾ കാത്തുനിന്നിട്ട് നീ വരുമ്പോൾ മാറത്തേനെ അമ്മാരി. അങ്ങനെ നമ്മൾ മെല്ലെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ബ്ലോക്കാ. അണ്ണം പറഞ്ഞേട്ടാ, ബ്ലോക്ക് വായിച്ചപ്പോൾ അണ്ണം പറഞ്ഞേട്ടാ ഫുള്ള് കാറ് കാരണം ബ്ലോക്ക് ആകുന്നു. ഒരു ബോധം പൊക്കണില്ലാത്ത ഈ കാറ് കാരാട്ടാ. സത്യം പറയല്ലോ, ബ്ലോക്ക് ആകുമ്പോൾ ഈ ബ്ലോക്ക് കാണുന്നതിൻ്റെ ഇടയിൽ കുത്തി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാഗിട് വേണ്ട ആടെ അങ്ങണ്ടാ അങ്ങാടെയുണ്ട് കാറ് ഇടയിൽ കയറ്റിട്ട്. താഴെ ഒരു കാറ് ഇടിച്ചിട്ടുണ്ട് കേട്ടാ. അതാണ് ഇത്ര ബ്ലോക്ക് ആയത്. പ്രശ്നമായത് ഇത്രയും ബ്ലോക്ക് ആക്കിയത് ഈ കാറുകാരി ഇടയിൽ കയറുന്ന ഈ പ്രശ്നം കേട്ടോ. വേറൊന്നുമല്ല. ബസ്സിന് പോകുന്നുണ്ട. നമ്മ നായ ചുരം കയറി താഴെത്തുമ്പോൾ രാത്രി അവിടെ രാത്രി കഴിഞ്ഞാൽ ചുരം കാണാൻ പറ്റില്ലല്ലോ. നമ്മ ചുരം കണ്ടില്ലേ? 1,00,000 ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വെറുതെ നമ്മൾ പുച്ഛിക്കുന്നത് നമ്മള്. ഈശ്വര ഈ വീഡിയോ 2 ലക്ഷം പോണേ. അതേറ്റ് എല്ലാവരും ഷെയർ ചെയ്യണേ. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചീത്തയും കേട്ടിട്ട് എടുക്കുന്ന വീഡിയോ അത്. ലോഡ് വണ്ടിക്കാരൻ കാണിച്ചത് ശരിയായ കാര്യമാണ്. ആ വലിയ ലോഡ് വണ്ടി തിരിയുമ്പോൾ ആ വണ്ടി കാളെ കൊണ്ട് മൂപ്പിക്കേണ്ട ആവശ്യമാണ്. ഇനിയിപ്പോൾ എത്ര നേരം സ്റ്റക്കാവും. ഇല്ല ഇപ്പം അയാളെന്നല്ലത്, അത് വേറെ ആള്. അവിടെ അയാൾ അണ്ണന്മാർ തമ്മിൽ കലമ്പായി. ഒരു കലമ്പ് നോക്കടാ. അയാളെന്താ കളിക്കുന്നത്? ഇടിച്ചു പൊളിക്കോ വണ്ടി? ചുരത്തിൽ ഇവരെ കളി നോക്കിയടാ. മുമ്പിൽ വെക്കല, മറ്റേ വണ്ടി വന്നെങ്കിൽ കയറിപ്പോണ്ടേ. ആ അവരവിടെ സ്റ്റക്കായിടാ. അവരവിടെ അടിയാക്കാൻ തീരുമാനിച്ചു. ബേക്ക് പോ. അവിടെ അടിയായിടാ. അടിയാവലായിടാ. വൻ പ്രശ്നമാടാ. പച്ചക്കറ്റ ഈ പച്ചക്കാരെ അങ്ങോട്ട് കയറ്റി വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ വണ്ടി പോയിട്ട് ഈ വണ്ടി കയറി വന്നതായിരുന്നു. എവിടെ കൊണ്ട് നിർത്തിക്ക്? ഈ കോപ്പം എവിടെ കൊണ്ട് നിർത്തിക്ക്? എടാ എന്ത് ആരും ഒന്നാക്കൂല. ആ അവസാനം ഇവൻ വേക്ക് എടുത്തിട്ടാ. അങ്ങനെ വേക്ക് എടുക്കുക. ആ നേരത്തെ കാണിച്ചെങ്കിൽ ആ വണ്ടിയാണ് നിർത്തിയെങ്കിൽ ഈ വണ്ടി ഇറങ്ങിപ്പോലേ.
അയാൾ പോയി. അങ്ങനെ മറ്റാ വരലായി കൊണ്ട് കയറി. എന്നാൽ നേരത്തെ അങ്ങനെ ചെയ്തേക്കില്ല. ആ വണ്ടി ഇറങ്ങി പറ്റി വണ്ടി ഇറങ്ങി വന്നെങ്കിലോ. നേരത്തെ ചെയ്തെങ്കിലോ. ആ വണ്ടി കയറിപ്പോ വണ്ടി ഒരു കാത്തു നിറ മയിലുകൾ ഇനിയിപ്പോൾ വരി വരിയായിട്ട് വരും. ആംബുലൻസിലുണ്ട്. താങ്ക്സ് അണ്ണാ, ഒരുപാട് നന്ദിയുണ്ട്. കുറേ നേരം ഇവിടെ നിൽക്കുന്നു. അവരെന്തോ സ്പെഷ്യൽ കാര്യത്തിൽ പോകാൻ തോന്നുന്നു. ഇതെന്ത് ഇങ്ങനെ നമ്മ അപ്പുറ സൈഡല്ല പോണ്ട്? ഇടക്ക് ഇവിടെ മാജിക് കാണിക്കുന്നുണ്ട് കാറുകാരെ. എന്താ ഇതെന്താ ഇങ്ങനെ ഇട്ടിട്ട് നോക്കിതാ എത്ര എണ്ണ കുത്തി കയറ്റുന്നതാ എൻ്റെ ദൈവതാ. എത്ര എണ്ണം അതിൽ വന്നാണല്ലോ. പുറമേലെ വ്യൂസ് അടിപൊളിയാണ്. പക്ഷേ രാത്രിയായി പോയി വന്ന പോയിക്കോ. ഓ ഇത് ഭയങ്കര റിസ്ക് പിടിച്ച വളവട്ടാ. ഇരുപതാമത്തെ വളവ് ഭയങ്കര റിസ്ക് പിടിച്ച വളവട്ടാ. എന്ത് രസറാ രാത്രി വരണേ കേട്ടാ. പകൽ വരണം ഒന്നും കാണാം. അതൊക്കെയാണ് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റാതെ ഒന്നും കാണാൻ പറ്റാ. ഈ വണ്ടിയായിട്ട് അടിച്ചത് ഇത് കാരണം ഇത്ര തിരക്കുണ്ടായത് കണ്ടാ. ഈ വണ്ടി അടിച്ചു. ആ വണ്ടിയായിട്ട് ഇടിച്ചു. ആ ഇത്ര തിരക്കുണ്ടായത്. ആ വളവളക്കം ആയിട്ടുണ്ടോ അവരടാ ചിലപ്പോൾ. അതിൻ്റെ വരുന്ന ആളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓവർടേക്ക് ചെയ്തോ. കാറ് കഴിക്കില്ല കുഴപ്പമില്ല. അത് കാറ് എൻ്റെ ജീവൻ വരുന്നുണ്ടോ കേട്ടാ അല്ലേ? എൻ്റെ കാറ് എൻ്റെ ജീവൻ വരുന്നുണ്ടോ? അങ്ങനല്ലേ ലോറിയില്ല ഓവർടേക്ക് തോന്നുന്നു. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടാ. വണ്ടി ടയർ ഹീറ്റായിട്ട് കുറച്ച് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ചുരം ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോൾ ടൈഗർ റിസർവിനോട് നമ്മൾ വിട പറഞ്ഞുകൊണ്ട് നമ്മളിതാ ബന്നാരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബന്നാരി യെസ് நாங்கள் பென்னாரி எடுத்துட்டோங்க அண்ணே. தமிழ் மக்களே நாங்கள் இதா എവിടെത്തി? തമിഴ്നാട്ടിൽ വന്നിട്ടേ. എന്തെന്ന് സ്ഥലത്ത് സത്യമംഗല ചുരം വഴി ഞങ്ങൾ തമിഴ്നാട്ടിൽ വന്നിട്ടേ. വണ്ടി ലോഡ് അവൽ പൊള്ളാച്ചി മേ ഇറക്കൂ. ഞങ്ങൾ പോവും. ഞങ്ങൾ എന്താ കരക്ക് தான் ഞങ്ങൾക്ക് തിരിച്ച് പോകുമ്പോൾ ലോഡ് കിട്ടും. அந்த பக்கம் എന്തോ ചെക്കിങ് ഇരിക്ക എന്തോന്നും പുറിയില്ലേ. அந்த பக்கம் வீடு இருக்கிறேன், நான் இந்த பக்கம் வீடு இருக்கிறேன். ഒന്നും പുരിയില്ലേ. എന്താ സാർ എന്തോ സെൽഫി കാര്യങ്ങളും എന്താ എടുക്കേ.
അയാളെടുത്ത വലിയ ആളായിരുന്നോ സെൽഫി എടുക്കുന്ന കൂടെ എല്ലാവരും அந்த பக்கம் இந்த பக்கம் ഫോറസ്റ്റ് അല്ല പോലീസ് വേണ്ടിയവർക്ക് ആരെയോ പിടിച്ച് ഇതെന്താ പിടിച്ചല്ലടാ അവരെ കൂടെ സെൽഫി ഈ കാർ തള്ളിപ്പോയി കണ്ടില്ല ഇത് അവരെന്ത് കൂടെ എന്ത് സെൽഫി എടുത്തത് അയാൾ ആരാണ് പ്രധാനപ്പെട്ട ആരോ കേട്ടോ ആ കാറിലുണ്ടായ ആരോ കേട്ടോ വലിയ എന്താ പറയുക ചെക്ക് പോസ്റ്റ് ഇതെന്താ അത് ബോംബാ അല്ല ഞങ്ങൾ എന്താ പക്കം ചെക്ക് പോസ്റ്റിൽ ചെക്ക് പോസ്റ്റിൽ ഫുള്ള് ഭയങ്കര കൈക്കൂലാണ് കേട്ടോ இந்த பக்கம் சுரம் இறங்குறதுக்கு 400 ரூபா வேணும் அது தொடக்கத்திலே 50 50 50 இந்த எண்டிலும் 50 50 50 ഒന്നും പുരിയില്ലേ ഹൈവേ പോലീസിന് 50 ഫോറസ്റ്റിന് 50 വണ്ടിയിൽ ഫുൾ ആള് കയറ്റാൻ കഴിയില്ല ഇപ്പോഴെ പറഞ്ഞേക്കാം വണ്ടി കൈ കാണിക്കതാണ ഞങ്ങൾ പോരെ അപ്പോൾ ഞാൻ കാര്യം പറയാം ചുരം ഇറങ്ങി വരുന്നവർ ആരും പാർക്ക് ലൈറ്റ് ഇട്ട് വരരുത് പാർക്ക് ലൈറ്റ് ഇട്ടാൽ ഇവർ ആംബുലൻസ് എന്നാ പറയുന്നത് അതിന് ഞങ്ങൾക്ക് ഈ ലോറിയിൽ 5 50 രൂപ വാങ്ങി വരും இந்த பக்கம் எந்த லைட் வைக்குது ഈ പാർക്ക് ലൈറ്റ് ഇട്ടല്ലേ ഞങ്ങളുടെ വണ്ടിയുടെ സെറ്റ് പാർക്ക് ലൈറ്റ് ലോഡ് വണ്ടിക്ക് പാർക്ക് ലൈറ്റ് ഇടാൻ പറ്റില്ലേ ഇവിടുത്തെ കൊള്ളക്കാരെന്ന് തോന്നുന്നത് ഞങ്ങളുടെ 50 രൂപ വാങ്ങിയിട്ടുണ്ട് നമ്മളെ വണ്ടിക്ക് ഇത് പാർക്ക് ലൈറ്റ് ഉണ്ട് കണ്ടാ ചുറ്റിലും ലോഡ് വണ്ടി അറിയിക്കാൻ വേണ്ടിയിട്ട് അതിന് ഞങ്ങളോട് വാങ്ങിയത് 50 രൂപ എന്തിനാണ് ലേറ്റ് ഇട്ടാണ് ഞങ്ങോട്ട് വയ്ക്കുന്നത് എന്ത് ചെയ്യൽ എൻ്റെ അണ്ണേ ഇന്ന് തമിഴ്നാട് വന്നിട്ട് ഇത് എന്താ അമ്പലം ഇത് പെരിയ അമ്പലം ഇറക്ക എന്താ പക്കം എന്താ കോവിൽ ഇത് എനക്കൊന്നും പുരിയില്ലേ ആഹാ എന്താ പക്കോ അമ്പലം പുതുസായി പണിത് ആഹാ ഞങ്ങൾതാ இந்த பக்கம் போகிறேன் പുലിയാമ്പട്ടി പുലിയാമ്പട്ടി കോയമ്പത്തൂർ 71 കിലോമീറ്റർ നമുക്ക് തന്നിട്ട് 5 60 രൂപ ഫൈൻ അവർക്ക് കൊടുക്കും ടയർ ചൂടല്ലേ കൂട്ടാ നീ എന്നെ ഫുൾ ഓഫ് ആക്കിയിട്ട് പോകാൻ എങ്ങോട്ട്